മാസത്തിൻ്റെ അവസാനമൊക്കെ ആയി വരുമ്പോൾ ഭയങ്കര ടൈറ്റിലോട്ട് നമ്മൾ പോകുന്നത്. ഞാൻ ചീരത്തോരൻ റെഡിയായ ഉടനെ മുട്ട പൊരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ചമ്മന്തി അരച്ച്, തേങ്ങാ ചമ്മന്തി അരച്ച്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നത്. ഞായറാഴ്ചയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവർക്കും അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ പുറത്തൊക്കെ പോയി അടിപൊളിയായിട്ട് രാത്രിയിലാണ് തിരിച്ചു വന്നത്. പിന്നെ എന്താണ്, അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ രാവിലെ വേണ്ട കഞ്ഞിക്ക് വെള്ളം ഇട്ടിട്ടുണ്ട്, പിന്നെ അരി ഇട്ടിട്ടുണ്ട്, പിന്നെ കട്ടൻ കാപ്പി വെച്ചിട്ടുണ്ട്. കട്ടൻ കാപ്പി എടുക്കുവാണ്. നല്ല തണുപ്പാണ് ഇവിടെ കേട്ടോ. ഇപ്പോൾ പുറത്ത് വൈകുന്നേരങ്ങളിൽ വൈകിട്ടൊക്കെ ഇപ്പം നല്ല തണുപ്പാണ്. ജാക്കറ്റൊക്കെ ഇട്ടുകൊണ്ട് വേണം ഇപ്പം വെളിയിൽ ഇറങ്ങാവുന്ന, തണുപ്പായി വരും. കാറ്റില്ല, എന്നാലും തണുപ്പ് നല്ലതായിട്ടുണ്ട് കേട്ടോ. പിന്നെന്താണ്, അതുകൊണ്ട് രാവിലെ ഒരു കട്ടൻ കുടിക്കുമ്പോൾ പ്രത്യേക സുഖമാണ്. തണുപ്പത്ത് കുടിക്കുമ്പോൾ നല്ല രസമല്ലേ. പിന്നെ ഇന്നിപ്പോൾ കറി വെക്കാനായിട്ട് നമ്മൾ രസമാണ് വെക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഒരു ചീര തോരനും കൂടെ വെക്കണം. ചീര കഴിഞ്ഞ ദിവസം ഞാൻ മാളിപ്പോയപ്പം പച്ചച്ചീര വാങ്ങിച്ചതാണ്. കുറച്ച് ദിവസം എല്ലാം ചുമലയായിരുന്നു. ഇന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പച്ച വാങ്ങിച്ച് പച്ചച്ചീര തോരൻ വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഒരു ചമ്മന്തി അരച്ച് മുട്ടയും പൊരിക്കാമെന്ന് വിചാരിച്ചു. തിങ്കളാഴ്ച ദിവസം അല്ലെങ്കിലും പൊതുവേ തട്ടിക്കൂട്ട് പണികളിലൂടെയൊക്കെ കൊടുത്തുവിടാൻ മാക്സിമം നോക്കും. പിന്നെ ഇന്നലെ ഞാൻ പ്രത്യേകിച്ച് ചോറും കറിയല്ല, കുറേ നാളുകളായിട്ട് ഞായറാഴ്ച ചോറും കറിയായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇന്നലെ പിന്നെ ഞാനൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ചെറിയ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി. ഉച്ചയ്ക്ക് അത് കഴിച്ചു. അതിന് ശേഷം ബാക്കി ഉണ്ടായിരുന്ന വൈകിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങൾ വൈകിട്ട് പുറത്തു പോയി. അത് കാരണം പിന്നെ അത് മിച്ചം വന്നു. ഇപ്പം ഞാൻ ചിരണ്ടിയ തേങ്ങ കുറച്ച് ദിവസമായിട്ട് വാങ്ങിക്കുന്നില്ല. ഇപ്പം മുഴുവൻ തേങ്ങയ്ക്ക് വില കുറവായതുകൊണ്ട് അത് ഞാൻ കുറച്ച് മേടിച്ച്, അപ്പോൾ അത് പൊട്ടിച്ച് അന്നേരം ഇപ്പം ചിരണ്ടി എടുക്കുവാണ്. അപ്പം അത് പൊട്ടിച്ചത് ഞാൻ കാണിച്ചാണ്. ഒരെണ്ണം അഴുക്കായിപ്പോയി, ഒരെണ്ണം നല്ലതായിരുന്നു. അത് ഞാനൊന്ന് ചിരണ്ടി എടുക്കണം. പിന്നെ നമ്മുടെ പച്ചച്ചീരയുണ്ട്, കഴുകി വെള്ളം തോരാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം തോർന്നതിന് ശേഷം അരിയുവാണെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ചീര എടുത്ത് അപ്പോൾ അതിനകത്ത് വെള്ളം കുറച്ച് താഴെ വീണു. പിന്നെ ഞാനതൊക്കെ ഒന്ന് തുടച്ച്, അല്ലെങ്കിൽ പിന്നെ അവിടെ ഞാൻ തന്നെ വീഴും. ടൈൽസും കൂടി ആയതുകൊണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണമല്ലോ. പിന്നെ ഈ പ്രായത്തിലൊക്കെ ഒടിവ് പോലൊക്കെ ഉണ്ടായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ എല്ലാം പോയില്ലേ. അത് കാരണം പിന്നെ ഞാനെല്ലാം തുടച്ചു. അതിന് ശേഷം തേങ്ങയൊക്കെ ചിരണ്ടുവാണ്. പിന്നെ നമ്മുടെ മനീഷയൊക്കെ ഇവിടുന്ന് താമസം മാറിയായിരുന്നു. അപ്പം വൈകിട്ട് അവളെ അങ്ങോട്ട് ചെന്ന് അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വൈകിട്ട് അവിടെ പോയാണ് ഫുഡൊക്കെ കഴിച്ചത്. പിന്നെ നമ്മുടെ രസം ഉണ്ടാക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കുറേ നേരമൊക്കെ ഇവിടെ ഇരുന്ന്. പിന്നെ ഒരു 5 മണി കഴിഞ്ഞപ്പോൾ, 4 മണിക്ക് എഴുന്നേറ്റെങ്കിൽ 5 മണി കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയത്. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ലെന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം ഇന്ന് രാഹുലിന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ട, ഒരു സ്മൂത്തി കഴിച്ച് കൊടുത്താൽ മതി എന്ന് പറയുന്നത്. കാരണം ഒരു സ്മൂത്തി ഉണ്ടാക്കി കൊടുത്തു അവന്. അതുകൊണ്ട് പിന്നെ ഞാൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയില്ല. എനിക്ക് റസ്ക് ഇരിപ്പുണ്ടായിരുന്നു, അത് ഞാൻ കഴിച്ചു കേട്ടോ. പിന്നെ ദൈനംദിനമായിട്ടുള്ള ചിലവുകളൊക്കെ ഡെയിലി കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഇടത്തൊന്നും നമ്മുടെ ചിലവ് നിൽക്കുന്നില്ല. കാരണം പലചരക്കും സാധനങ്ങളൊക്കെ മേടിക്കുന്നത് തന്നെയാണ്. വീട്ടു ചിലവുകളാണ് ഏറ്റവും വലിയ ടാസ്ക്. ഇപ്പം പിന്നെ ഇതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യണ്ടേ. ലാസ്റ്റ് മാസത്തിൻ്റെ അവസാനമൊക്കെ ആയി വരുമ്പോൾ ഭയങ്കര ടൈറ്റിലോട്ട് നമ്മൾ പോകുന്നത്. പിന്നെ എന്താണ്, പിന്നെ ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ പോവും. വലിയ നിർബന്ധമുള്ള ആൾക്കാരല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ചിലത് കൂട്ടത്തില്ല, ചിലത് കൂട്ടും. അങ്ങനെയൊക്കെ പോകുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരേപോലെ എല്ലാം കൂട്ടുന്നതാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ മതി. പിന്നെ മുട്ട എല്ലാവരും കൂട്ടുന്നതുകൊണ്ട് മുട്ട കൊണ്ട് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകാം ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേനേ. അപ്പം നമ്മുടെ രസം വാങ്ങിയതിന് ശേഷം തന്നെ ഞാൻ ചീരത്തോരൻ വെക്കും. ചീര ഞാൻ അരിഞ്ഞെടുത്തിട്ട് പിന്നെ ചോപ്പറിനകത്തിട്ട് നമ്മൾ പച്ചമുളകും സവോളയും കൂടെ ഞാൻ ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തേ. അതിനുശേഷം തേങ്ങാപ്പീരയും ജീരകവും മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടൊന്ന് മൂടി വെക്കുന്നില്ല. മൂടി വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അവിഞ്ഞു പോകും. അവിഞ്ഞിട്ട് വല്ലാതെ ആയിപ്പോൾ. അതുകൊണ്ട് മൂടി വെക്കാതെ തന്നെ തുറന്ന് വെച്ച് ഞാൻ വേവിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്നിട്ട് 4 ഭാഗത്തോട്ടും ഒന്ന് മാറ്റി വെച്ചിട്ട് നടുക്ക് വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് പറ്റിക്കാവുന്ന രീതിയിൽ അങ്ങനെയൊന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ചീരത്തോരൻ റെഡിയായി. എനിക്ക് പച്ചച്ചീരത്തോരനൊക്കെ ഭയങ്കര ഇഷ്ടം. ഇതിൻ്റെ കൂടെ മുട്ടയും കൂടെ പൊട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. പക്ഷേ ഉച്ചക്കത്തേക്കിനൊക്കെ ആകുമ്പോഴത്തേന് ചൂടോടെ കൂട്ടണം അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ. അല്ലെങ്കിൽ പിന്നെ ഈ തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് വേറൊരു ടേസ്റ്റാണേ. അത് കാരണം ഞാൻ അങ്ങനെ ഉണ്ടാക്കിയില്ല. മുട്ട സെപ്പറേറ്റ് പൊരിച്ചു. പിന്നെ ഒരു തേങ്ങാ ചമ്മന്തിയും കൂടെ അരയ്ക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. മുട്ട പൊരിക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. അതൊക്കെ പിന്നെ ലാസ്റ്റ് സമയമായപ്പോൾ സമയം പോയി.
ഇന്നിപ്പോൾ ഇങ്ങനെ തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ കൊണ്ട് രക്ഷപ്പെട്ടു. ചീരത്തോരൻ എന്നാണെങ്കിലും രാഹുൽ കൂട്ടത്തിലെന്ന് എനിക്ക് തോന്നുന്നു. കൂട്ടാൻ ചാൻസ് ഇല്ല, അവന് താല്പര്യമില്ല ചീരത്തോരനൊന്നും. പിന്നെ മുട്ടയും ചമ്മന്തിയും രസമൊക്കെ ഇഷ്ടമാണ്, അതൊക്കെ കൂട്ടിക്കോളും. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, അത് കൂട്ടി കഴിക്കട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ ഇന്നത്തെ കാര്യം ഇങ്ങനെയൊക്കെ പോയി. നാളത്തെ കാര്യത്തേക്കിനുള്ള ചിന്തകൾ ഇനി ഇപ്പോഴേ തുടങ്ങിയിരിക്കുകയാണ്, നാളെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഒട്ടുമിക്ക വീട്ടമ്മമാരുടെയും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ ചോറുംപതി കൊണ്ടുകൊണ്ടാണ് നമുക്ക് ഇത്രയും പ്രശ്നം. എന്തെങ്കിലുമൊക്കെ 2-3 കൂട്ടം കറി ഉണ്ടാക്കേണ്ടത്. ഇവിടെ വന്നുകൊണ്ടുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വിടാം. പക്ഷേ നേരത്തെയൊക്കെ ചേട്ടൻ രാവിലെ ഇവിടെ വന്നായിരുന്നു ഉച്ചയ്ക്ക് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് എഴുന്നേറ്റ് പതുക്കെ എല്ലാം ഉണ്ടാക്കിയാൽ മതിയായിരുന്നേ. രാവിലെ എഴുന്നേറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം ചൂടോടെ ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യായിരുന്നു. ഇപ്പോൾ ഈ വെളുപ്പിനെ വെക്കുന്നതുകൊണ്ട് വൈകുന്നേരം ആകുമ്പോഴത്തേന് ഇതെല്ലാം ചൂടാറിപ്പോവും. പിന്നെ ഞാനതെല്ലാം ഒന്ന് ചൂടാക്കി എടുക്കും. അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ തണുപ്പും കൂടി ആയതുകൊണ്ട് ഇതെല്ലാം ഒന്നും കൂടെ ചൂടാക്കിയിട്ടാണ് കഴിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ കുറച്ച് പണികൾ കൂടുതലും കുറച്ച് പണികൾ കുറവും. പിന്നെ വെളുപ്പിന് എഴുന്നേറ്റ് ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് പകൽ വലിയ പണിയൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ ഫുൾ ടൈം എനിക്ക് പണിയായിരിക്കും. പിന്നെ ചീരത്തോരൻ റെഡിയായ ഉടനെ മുട്ട പൊരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ തേങ്ങാ ചമ്മന്തി അരച്ചു. പിന്നെ അവർക്ക് കഴിക്കാനുള്ളതൊക്കെ കൊടുത്തു. അവനൊരു സ്മൂത്തി ഉണ്ടാക്കി കൊടുത്തു. ഇതെല്ലാം ഇതിനിടയ്ക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വേണ്ട നമ്മുടെ ചോറുംപൊതി എല്ലാം റെഡിയായിട്ടുണ്ട്. മുട്ടയൊക്കെ പൊരിച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നില്ല, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണം കേട്ടോ. ഇതുപോലുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.